നിങ്ങൾ ആരെങ്കിലും മുത്തൂസ് ഇതുവരെ എന്തെങ്കിലും പണിക്ക് കണ്ടുക്കണോ? പിന്നെ തല്ലാൻ വേണ്ടിയ ചൂലുകൊണ്ട് വരാന്നല്ലാതെ എന്തൊക്കെ മോതിരം കൊണ്ടൊക്കെ അടിച്ചിട്ട് പ്രതികാരം വീട്ടണേ. കൊറേ നേരം വിളി അടങ്ങിട്ട് ചെമ്മീൻ വാങ്ങിക്കൊടുത്തിട്ട് പെട്ടൊരവസ്ഥ. ഓക്കെ ഓക്കെ. എന്താ മുത്തൂസേ? എവിടെ കൊറേ നേരായി വിളിക്കും. എന്തിനാണാവോ? ചെമ്മീൻ നന്നാക്കാന്. ചെമ്മീൻ വാങ്ങിക്കൊടുത്ത പോലെ ഞാൻ നന്നായി കൊടുക്കുവാണെന്ന്. രാത്രി ചെമ്മീൻ കൊണ്ടുവന്ന അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതെന്താ മുത്തൂസേ ഈ ചെമ്മീന്റെ ഇതെടുക്കാത്ത? അത് ചെറിയ ചെമ്മീനല്ലേ, അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് പൊരിച്ചാൽ എന്ത് രസം ഉണ്ടാവും. ഇത് നിങ്ങളോടൊക്കെ പൊരിക്കല്ലേ ഈ സാധനം? ഇത് പൊരിക്കണ ആൾക്കാരുണ്ട് പറയുന്നത് ഇതിന്റെ തലഭാഗം, തലന്റെ മോൾ ഭാഗം ഉണ്ടാവില്ലേ, ഇത് അല്ല ഇങ്ങനെ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ? ഇതിന്റെ ഉള്ളിലത്തെ ഭാഗം ഇവിടെ പൊരിക്കല്. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന്റെ ഈ ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൊരിക്കും. മനസ്സിലായോ? ഇതിന്റെ തോല് കളഞ്ഞിട്ട് ഈ ഭാഗല്ലേ ഈ ചുണ്ട് പോലത്തെ അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൊരിക്കും. അങ്ങനെ പൊരിക്കും, ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ ഈ തോല് ഒഴിവാക്കും, എന്നിട്ട് അതിന്റെ ഉള്ളിലത്തെ സാധനം മാത്രം ഇവിടെ പൊരിക്കും. അത് നല്ലൊരു കറുമുറേനെ എങ്ങനെ തിന്നാ അതല്ലേ? അങ്ങനെ തന്നെയല്ലേ ഞങ്ങളവിടെ. ഞങ്ങൾ നല്ല സാധനങ്ങൾ മാത്രമേ പൊരിക്കുള്ളൂ. നിങ്ങളവിടെ എല്ലാ തീട്ടവും ചമ്മണ്ടിയും എല്ലാം എടുത്തിട്ട് ഒന്നിച്ചിട്ട് പൊരിച്ചോ. എന്നിട്ട് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ചിലപ്പോ തോലും കൂടി കളയൂല. അപ്പൊ അങ്ങനെ കോലുമ്പോ കോർത്തിട്ട് പണിയെടുക്കാനുള്ള മടിയുണ്ട്. എന്നിട്ട് അത് തിന്നാൻ ആൾക്കാരില്ലേ? ഇല്ല, ഞാൻ തിന്നലില്ല. ഞാൻ പറഞ്ഞ എനിക്കൊരു മുന്നിൽ കൊണ്ടുവച്ചാലോ? ഞാൻ തിന്നൂല. അങ്ങനെ ഇത് തീട്ടത്തൊന്നും കളയാണ്ട് അങ്ങനെ പൊരിച്ച. ഞാൻ ചെമ്മീനെ തിന്നല് കുറവാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കി ഉണ്ടാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വയറുവേദന പിടിക്കും. പറ്റുന്നില്ലേ ചെമ്മീൻ? അതുകൊണ്ട് ഞാൻ ചെറിയ ചെമ്മീനെ കൊണ്ടുവരുന്നത്. വലിയ ചെമ്മീൻ കൊണ്ടുവന്നാല് അത് ഫുള്ള് ക്ലീൻ ആക്കിയില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളത്തൊരു ഇതുണ്ട്, അത് കാരണം വയറുവേദന പിടിക്കും. ഇവർക്കൊന്നും കുഴപ്പമില്ല, എന്തും ആരോഗ്യം തിന്നും. ഞാൻ അങ്ങനെയല്ല, നല്ല ഭക്ഷണങ്ങൾ മാത്രം. ചെമ്മീൻ മാത്രമേ പറ്റാത്തുള്ളൂ. ചെമ്മീൻ പറ്റായൊന്നുമില്ല, പക്ഷെ എന്താന്ന് വെച്ചാല് ഇങ്ങനെ പ്രശ്നമുണ്ട്. എന്തായാലും ബാക്കി എല്ലാ മീനും ഒക്കെ തിന്നേ. ഇതിപ്പോ വയലാറിയ മാറ്റി എന്നെ വിളിച്ചിട്ടൊന്ന് എന്താ ചോദിക്ക? ക്യാമറ കൊടുക്കട്ടെ, ക്യാമറ കൊടുക്കട്ടെ. കയ്യിടല്ല എന്റെ ഹാദിയെ. കണ്ടങ്ങള് ഇത്ര ചെറിയ ചെമ്മീനെ കൊണ്ടുവന്നെ, ഇത്ര ചെറുത്. ഇതെന്ന് നന്നാക്കി തീരാനാവും. 5 മിനിറ്റും കൂടി വേണ്ട. എന്താ നല്ല നല്ല നാടൻ ചെമ്മീന് നിങ്ങളവിടെ കണ്ടില്ല? നല്ല തിളക്കത്തില് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നത്തെ വീടിന്ന് പോയി കണ്ടോക്കി. എന്ത് നല്ല ഭംഗിയുള്ള മീന് കണ്ടില്ലേ? തിളങ്ങണതോ? അതല്ലേ ഇട്ടിട്ടുള്ള തിളക്കേക്കോ? ഇട്ടിട്ടുള്ള തിളക്കൊന്നുമല്ല, നല്ല അടിപൊളി. കണ്ടോ പാലും ഇങ്ങോട്ട് കുടിച്ചിട്ട് വലിച്ച കണ്ടോ? കണ്ടോ ഇങ്ങനെ പോരുന്ന ചെമ്മീനാണ്. അങ്ങനെ തന്നെ എല്ലാ ചെമ്മീനും പോരാ. മീനൊക്കെ നന്നാക്കണത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ സ്കോർ എടുക്ക, പെരീത്തെ എല്ലാ പണി എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഇപ്പോൾ സ്കോർ എടുക്കാൻ നോക്ക അല്ലേ? ചെമ്മീൻ നന്നാക്കണ ആദ്യമായിട്ടല്ലേ? നിങ്ങൾ ആരെങ്കിലും മുത്തൂസ് ഇതുവരെ എന്തെങ്കിലും പണിക്ക് കണ്ടുക്കണോ? പിന്നെ തല്ലാൻ വേണ്ടിയ ചൂലുകൊണ്ട് വരാന്നല്ലാതെ. എന്റെ എല്ലാ പണി കഴിഞ്ഞാ വീടെടുക്കലേ. അപ്പളാ എന്തിട്ട് കാര്യല്ല, അത് തല്ലാൻ വരാന്നല്ലാണ്ട് ആരെങ്കിലും ആ കണ്ടോലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാണ്. എന്താ താനെ കാട്ടണ പറ്റി പറ്റാ? ഇന്ന് ചെമ്മീൻ നന്നാക്കാൻ ഇരുന്നോണ്ടേ മക്കൾക്ക് ഉറക്കൂല്ല, അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങണ കുട്ടികളാ. എന്തൊക്കെ മോതിരം കൊണ്ടൊക്കെ അടിച്ചിട്ട് പ്രതികാരം വീട്ടണേ. ഞാൻ ചെമ്മീൻ നേരാക്കണോള് നോക്കിക്ക, പിന്നെ ഒന്ന് കൊടുക്കണ്ടേ? നേരാക്ക. ചെമ്മീനെ ഈ തിന്നാ അത്ര സുഖമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ റെഡിയാക്കണ റെഡി അല്ല കേട്ടോ. ഇതൊക്കെ ഒഴിവാക്കണം. അതിങ്ങനെ എടുക്കണ്ടോ? ആ സാധനം വേണ്ട, അത് പൊരിക്കാനുള്ളതല്ല. പൊരിക്കാനുള്ളതല്ല, അല്ല ഇതൊക്കെ ഉള്ളതോ? എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ളത്. ചെമ്മീൻ മാത്രം മതി. ആയിക്കോട്ടെ, എല്ലാം ഭവതിയുടെ ഇഷ്ടം പോലെ. ഇതൊക്കെ 2 ബാക്കിൽ നിന്നിട്ട്. ചെമ്മീൻ വലുത് മേടിച്ചാല് ബുദ്ധിമുട്ട് തന്നെയാണ്, കാരണം വലുത് മേടിച്ചാൽ ഈ വയറിനൊക്കെ പ്രശ്നമാണ്. ചെറുതാകുമ്പോ ബന്ധ് കിട്ടും, മറ്റേതാകുമ്പോ ഓലെ എന്താക്കൂല നല്ലപോലെ വേവിച്ചില്ല.
എന്റെ മുത്തൂസേ ഞാൻ വിചാരിച്ച ഏതോ ഒരു ഓല് നല്ലപോലെ വേവിക്കൂലേക്ക്. അല്ല ഞാൻ ഉണ്ടാക്കുമ്പോ ചിലപ്പോ നന്നായിട്ട് പോകൂലേ. ആര് എന്താണെന്നുണ്ടെങ്കിലേ ചെമ്മീൻ ഉണ്ടാക്കട്ടെ. നിങ്ങള് വെറുതെ ഇങ്ങനെ അധികം നോക്കി നിന്നിട്ട് കാര്യമില്ല. അയക്കന്റെ തള്ളിട്ടിട്ട് ഇന്ന് ബോറടിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ കാണുമ്പോ അറിയാലോ എന്താ വേസ്റ്റ് ഒക്കെ ഇട്ടോ വലിച്ചെന്നെ സ്ഥലം അങ്ങോട്ടോട്ട് മാറണതാണ്. സത്തു എന്താണ് പേരൊക്കെ മാറുന്നുണ്ട്. സത്തൂസ് എന്നൊക്കെ ഞാൻ മുത്തൂസ് വിളിച്ചോളെ കേട്ടെടുത്തുള്ള വെപ്പാണ്. സാത്താന്നൊക്കെ പറഞ്ഞ എന്താണ് ഒച്ച. പിന്നെ അപ്പൊ ചെമ്മീന് അങ്ങനെ ഉണ്ടാക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യാ, മുത്തൂസിന്റെ തള്ളി ഇങ്ങനെ കേൾക്കേണ്ടി വരും. അപ്പൊ ഞങ്ങള് നന്നാക്കി കഴിഞ്ഞിട്ട് കാണട്ടെ. നന്നാക്കിയിട്ട് ഇക്ക പകുതി നിർത്തിപ്പോയ ഞാൻ പറഞ്ഞായിരുന്നു. ഇല്ലേ ഞാൻ സത്യം മാത്രം പറയുന്നു. ഞാൻ ഇതിനെ കുറിച്ചിട്ട് അവർക്കറിയാം. പിന്നെ അറിയാലോ എല്ലാവരും നമ്മളിപ്പോ ഫുൾ വീഡിയോ ഇടാൻ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ കമന്റ് ചെയ്യുക എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടത്, എങ്ങനെയുണ്ട് വീഡിയോ എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോസ് ആയിട്ട് നിങ്ങൾ അതുവരെ ബൈ.